ഇനി ഇപ്പോഴത്തേക്ക് പ്രൊഡിക്ഷൻ ഒന്നുമല്ല, ഇപ്പോഴത്തേക്ക് പ്രൊഡിക്ഷൻ കുറവാണ്. ഇതെന്താണിത്? டேய் தாத்தா ஆ எடா உங்க அம்மா எங்கடா, உங்க அம்மம்மா எங்கடா? பெரியம்மா ஊருக்கு வந்திருக்கு. பெரியம்மா ஊருக்கு வந்திருக்கு. தாத்தா தாத்தா பெரியம்மா தாத்தா இங்க இருக்காரு, இங்க வா. அப்பா தாத்தா വിളിക്കാரு. താത്ത പോലും താത്ത എന്റെയൊക്കെ താത്ത. വിളിച്ചിട്ട് വരാ. നീ വിളിച്ചിട്ടോ വലിച്ചിട്ടോ ഒക്കെ വാ, എനിക്കതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല, മനസ്സിലായോ? അപ്പം പോയോ? ആ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. എടാ ആകെപ്പാടം നിന്റെ അമ്മയുടെ വോട്ടും കിട്ടും നോക്ക്. അല്ലാണ്ട് ഈ ബോധമുള്ള നാട്ടുകാർക്കെങ്കിലും ആ പിത്തക്കാടിക്ക് വോട്ട് ചെയ്യൂ. എടാ നീ എനിക്ക് വേണ്ടി വോട്ട് പിടിക്കോ അതോ അവക്ക് വേണ്ടി വോട്ട് പിടിക്കൂ? சொல்லடா சொல். നീയാണ് ശരിയായ മൂഞ്ചൻ. നീ താ ശരിയായ മൂഞ്ചൻ. കൊള്ളാം കൊള്ളാം. എടേ ഇങ്ങ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ മൂഞ്ചൻ. ഇങ്ങനെയൊക്കെയാണോ സ്വന്തം? ഇങ്ങനെയൊക്കെയാണ് ആൾക്കാര് ജീവിതത്തിൽ കൂടുതൽ മൂഞ്ചിക്കും. ഇറങ്ങിപ്പോയോ? അങ്ങേര് ഇറങ്ങി പോവുകയും ചെയ്തു. അതാ എങ്ങനെ കാണില്ലോ അങ്ങനെയൊക്കെ. സ്റ്റാർഫൂസ് വെക്കുകയോ അല്ലേ? എന്തോന്ന്? എതുവും പറയാതെ പോലെ സംസാരിക്കാവേ. ആട്ടുതൊട്ടിലിൽ നിന്നെ കിടത്തി ഉറക്കിമല്ലേ, നിന്നെ കിടത്തി ഉറക്കിമല്ലേ. അല്ലല്ല ഈ പെണ്ണിമ്പിള എന്തിനാ സെയിം പ്രായമുള്ള എന്റെ കാല് പിടിക്കാൻ വരുന്നേ? ആ മോള് പിടിച്ചോടാ. മോള് പിടിച്ചു. ഒന്ന് എണ്ണീറ്റ് പോയണിപ്പിള നിങ്ങളൊന്ന് എണ്ണിക്ക്. ഇത് എന്തുവാ ഇത്? ആ എവിടെ ആയിരുന്നു എലി? ആ മറ്റേ കൊലയൊക്കെ പോയോ? കൊലസ്ത്രീയൊക്കെ പോയോ? അതെന്ത് പറ്റിയല്ലേ ഇത് കളയാൻ വേണ്ടിട്ട്? ഞാൻ എന്റെ ലവ് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എനിക്ക് ആ മീറ്റിംഗോടുകൂടി ഞാൻ കൊലസ്ത്രീന്ന് മാറി. ആരായി? അത് പറയാൻ പറ്റില്ല, വെരി സീക്രട്ട്. ഇതിനാണ് ഈ നാട്ടിൽ കണ്ട ആളുകളോട് അല്ല ഇനി ഞാൻ വല്ല വേണമെന്ന് അറിയാൻ വേണ്ടിട്ടേ ആൾക്കാർക്ക് അല്ല അങ്ങനല്ല. സിറ്റിയിൽ കുറെ പെമ്പിളേരെ ക്രഷ് ഉണ്ടെന്നേ. ഇന്നുവരെ ക്രഷ് പഠിക്കുന്നത് സലീം കുമാർ മറ്റേ സിനിമയ്ക്കകത്ത് പെയിന്റ് അടിച്ചതുപോലെ ഒരു മുഖവും മജന്ത കളർ മുടിയും. എങ്ങനെയാണ് ജോക്കി ക്രഷ് ഒക്കെ തോന്നുക? എടി ഞാൻ പെൺപിള്ളേർക്ക് തോന്നുന്നാ പറഞ്ഞ, അല്ലാണ്ട് നിന്നെ പോലത്തുള്ളവർക്ക് തോന്നുന്നല്ല. നീ പെണ്ണല്ലല്ലോ. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ ഒരു 10 പെൺപിള്ളേരെങ്കിലും ഇവിടെ ഇങ്ങനെ നിരന്ന് എനിക്ക് വിളിക്കാൻ മൂടില്ല. നീ ഈ പാതിരാത്രി സിറ്റി കയറി വന്നിട്ട് സിറ്റിക്കകത്തുള്ള പെമ്പിള്ളാരെ വിളിക്കാൻ പറ്റത്തുള്ളൂ എനിക്ക്. ഒരു മിനിറ്റ് എന്റെ ഗേൾസ് സ്കോഡിന്റെ നമ്പേഴ്സ് ഒന്ന് തപ്പട്ടെ, ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. 10 പെമ്പിള്ളേര് നേരുന്നില്ലാന്നുണ്ടെങ്കിൽ ജോക്കി തുണിയില്ലാതെ സിറ്റി കൂടെ ഓടണം. അത് ഞാൻ നിന്റെ അച്ഛനല്ല. പണ്ട് അങ്ങേര് ഇങ്ങനെ തുണിയില്ലാതെ ഓടിയ കള കേട്ടിട്ടുണ്ട് ഞാൻ. ഇയാൾ നിങ്ങളുടെ കുടുംബപരമായിട്ട് ഇങ്ങനെയാണോ? എന്തെങ്കിലും ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തുണിയില്ലാതെ ഓടുവോ കടലിൽ കൂടെ? ഞാൻ തുണിയില്ലാതെ ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഓ എനിക്ക് കാണാൻ താല്പര്യമില്ല. എന്റെ ദൈവമേ, പെണ്ണെന്നൊരു വർഗത്തെ കുറിച്ച് എനിക്ക് എന്തൊക്കെയോ ഒരു മനസ്സിൽ സങ്കല്പമുണ്ട്, അത് മാറ്റാൻ താല്പര്യമില്ല. അതിന്റെ 10 പെമ്പിള്ളേര് ജോക്കി ഇപ്പൊ വിളിക്കും. ആ 10 പെമ്പിള്ളേര് വന്നില്ലെങ്കിൽ ജോക്കി ഇതുവഴി തുണിയില്ലാതെ ഓടും. എന്തുവാടേ ഇത്? ആരുമില്ല കേട്ടോ സിറ്റിക്കകത്ത്. ആര് പറഞ്ഞേ? ആരുമില്ല. എനിക്കറിയാവുന്ന 10 എന്റെ ഗാങ്ങിലുള്ള പിള്ളേരില്ലടേ. ഡേ നീ ഇലക്ഷൻ നിൽക്കുന്നുണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞായിരുന്നു? ഞാനോ ജോക്കി നിക്കുമ്പോഴോ? ജോക്കി നിക്കുമ്പോ ഞാൻ ജോക്കിന്റെ ഓപ്പോസിറ്റ് ഇലക്ഷൻ നിൽക്കുന്ന തോന്നുന്നുണ്ടോ? എനിക്ക് ആ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ താല്പര്യമാണ് തോന്നുന്നത്. അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു 500 വോട്ട് കിട്ടുന്നതിന് 2 വോട്ട് പോയെന്നും പറഞ്ഞ് എനിക്ക് വലിയ നഷ്ടപ്പെടാനൊന്നുമില്ല. മനസ്സിലായോ? വെറും 2? പിന്നെ 2 നിനക്ക് പിന്നെ ശശികൊക്കിനൊന്നും വോട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, പിന്നെ കുഴപ്പമില്ല. ആ 2 വോട്ടിന് വേണ്ടി പോലും എനിക്ക് ജോക്കിനെ ഇതാക്കാൻ പറ്റത്തില്ല ജോക്കി. പക്ഷെ ആ 2 പേരാണ്ട് ഇവർ 2 പേരുമാണ്. ഇവരെയും കൂടെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചിലപ്പോൾ ഇവരും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. പക്ഷെ അത് സൂര്യക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒന്നായില്ലേ? സൂര്യ എന്തോ ആയില്ലേ?
ഒരു വോട്ട് ഞാൻ എനിക്കുണ്ട് വേറെന്തൊക്കെയാ കേട്ടോ സൂര്യ എന്തോ ആയില്ലെന്ന് ചോദിച്ചു. സൂര്യക്ക് പറ്റത്തില്ലല്ലോ. അല്ലേ ആ അങ്ങനെ സൂര്യ മൈനർ ആണെങ്കിൽ നമുക്ക് ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അവനെ മേജർ ആക്കാം. അപ്പൊ 3 വോട്ട്. അപ്പം 3 വോട്ട്. എലി ആണെങ്കിലും എലിയെ ഞാനൊന്ന് പ്രസരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ഒന്ന് പ്രസരിപ്പിച്ച് കഴിഞ്ഞാൽ എലിയും വേണമെങ്കിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യും. മനസ്സിലായോ? എലി ഒന്ന് ആലോചിച്ച് നോക്കി. എലി നീ ഇലക്ഷൻ നിൽക്കുവാന്ന് വെച്ചോ. നീ ഇലക്ഷൻ നിന്നിട്ട് ഒരു വോട്ട് നിന്റെ വോട്ട് മാത്രം കിട്ടി നീ തോക്കുന്നെന്ന് ആലോചിച്ച് നോക്ക്. ജോക്കി ഞാൻ ജോക്കിയുടെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ എന്റെ വോട്ട് മാത്രം കൊണ്ട് തോക്കും. ഉറപ്പായിട്ടും ഇല്ല അങ്ങനെ പക്ഷെ നമ്മൾ നിക്കത്തില്ല ജോക്കി, മനസ്സിലായത് ജോക്കിയോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം ജോക്കി ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലെവലിലോട്ടാ പോന്നേ. പിന്നെ അത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് മറ്റേ പുള്ളിക്കാരനുണ്ടെന്ന് നോക്കിക്കോട്ടെ. നിങ്ങളുടെ ഒരു സ്കൂളുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അത് അത് പാത്തായിരുന്നോ? അത് മാഡം നാളെ ഷെഡ്യൂൾ ചെയ്തേക്കുക. നാളെ പോയി വിസിറ്റ് ചെയ്യും. നാളെ പോയി വിസിറ്റ് ചെയ്യാം അല്ലേ? നാളെ ഒന്ന് വിളിക്കണേ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോ. എത്ര മണിക്കായിരിക്കും വിസിറ്റ് ചെയ്യുന്നത്? വൈകുന്നേരം അല്ലേ? അത് ആക്ച്വലി അത് സ്കൂളല്ല ജോക്കി, ദാറ്റ് ഈസ് എലീസ് യൂണിവേഴ്സിറ്റി. അത് എലീസ് യൂണിവേഴ്സിറ്റി അല്ലേ? ദാണ്ടെ അവിടെ മറ്റേ റാ പോലെ നിൽക്കുന്ന ഒരു അമ്മച്ചിയുടെ പ്രതിമയൊക്കെ ഉണ്ട് അവിടെ. അതല്ല അല്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ഇപ്പൊ റാ പോലെ അമ്മച്ചി അവർക്ക് അങ്ങേർക്ക് അതാ താല്പര്യമെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളിക്ക് റാ പോലെ അമ്മച്ചി ആയിരിക്കും ഇഷ്ടം. കഞ്ഞിയല്ല, നമ്മൾ കുറച്ച് റിച്ച് ആയതുകൊണ്ട് നമ്മൾ രാമനെ കഴിക്കാറുള്ളൂ. എലി ഒന്ന് കഴിച്ച എന്താന്ന് വെച്ചാൽ എലി അശു ശരി കേട്ടോ. ഇവിടെ നാരദന്റെ നമ്പർ ഉണ്ടോ? ഇവിടെ നാരദന്റെ നമ്പര്. എന്റെ ചിഹ്നം കശുവണ്ടി ആയാലും എന്താ? ഞാൻ നിന്നിട്ട് എനിക്ക് ചിഹ്നമെങ്കിലും ഉണ്ടല്ലോ കുത്താനായിട്ട്. നീ ഒന്ന് കുത്തയല്ലേ ചെയ്യുന്നത്, നിനക്ക് ചിഹ്നമില്ലല്ലോ, നിക്കുന്ന പോലും ഇല്ല. മോളെ ആ രാമന്റെ ഫോൺ എടുക്കാതെ നമ്പർ കേൾക്കാൻ ഞാൻ ജോണല്ല. മോളെ അത് നാരദനല്ലേ? നാരദൻ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഒരു മിനിറ്റ്, ഞാൻ നാരദൻ തമ്പി ഒന്ന് വിളിച്ചോട്ടെ. നാരദൻ തമ്പി ഇല്ല. ഇത് ബഗ്ഗാണോ അതോ ഇത് സിറ്റിയിൽ ആരും ഇല്ലേ? ആരും സിറ്റിയിലില്ല. ഈ സമയത്ത് എടുക്കാതെ എലി ചോദിക്കൂ. എലി ജോക്കി ഇപ്പം ഇൻ കേസ് ഇപ്പൊ ഞാൻ നിക്കാത്തത് കൊണ്ട് ജോക്കി ജയിക്കാൻ പോകുന്നു. ഓക്കെ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ജോക്കി നമ്മുടെ സ്കൂളിന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി അതിനകത്ത് പഠിക്കാൻ പിള്ളേര് ഈ സിറ്റിയിൽ ഇല്ല. മനസ്സിലായോ? അത് പറ്റുവാണെങ്കിൽ ജോക്കി ഒരു കല്യാണം കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പിള്ളേരെത്താം. ഞാൻ കല്യാണം കഴിച്ചിട്ട് എനിക്ക് മാക്സിമം ഒരു 1-2 അല്ലേ തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് 10, 15, 20, 50 എണ്ണത്തിനെ തരാൻ പറ്റുമോ? ഞാനൊരു കഴിക്കുന്നൊരു പെണ്ണിനെ അല്ലേ, അല്ലാണ്ട് എന്തിനെ ഒന്നും അല്ലല്ലോ 19 എണ്ണത്തിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നീ കെട്ടിയിട്ട് നീ ഒരു 19 എണ്ണത്തിനെ പെറ്, എന്നിട്ട് അതിനെ വളർത്താക്കിട്ട് ആ സ്കൂളിൽ കൊണ്ടുവരുത്ത്. അല്ലെങ്കിൽ അലീനെ എടുത്ത് പറ. അലീനെ കണ്ടോ? ഇതാണ് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജോക്കി എനിക്ക് ചെറുക്കനെ കിട്ടാത്തോണ്ടാ. ജോക്കിക്കാവുമ്പോ പെമ്പുളാരെ കിട്ടത്തില്ല. നിരന്ന് നിക്കാൻ 10 പേരുണ്ടെന്നല്ലേ പറഞ്ഞേ. എന്റെ പൊന്നേലി, നിനക്ക് ചെറുക്കനില്ലാത്ത എന്റെ കുഴപ്പമാണോ? ഇത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടല്ലേ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ. നിനക്ക് സാബ് ഗുരുവിനെ ഒന്ന് ആലോചിക്കട്ടെ. ഇതിപ്പോ എന്താ നിനക്കിപ്പോ നീ മാമിയല്ലേ എലി? നീ മാമി ആയിക്കൊണ്ടിരിക്കുവല്ലേ? നീ എന്താണ്? നീ ചെറുപ്പമാണോ എലി? എന്റെ ജോക്കി എനിക്ക് കണ്ണാടി നോക്കുമ്പോ ഞാൻ 22 വയസ്സാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ണി കൂടെ നോക്കുമ്പോ 35 വയസ്സുമാണ്. നമ്മൾക്കിപ്പോ കണ്ണി കൂടെ നോക്കുന്നത് കാണുമ്പോ അല്ലേ? നീ കണ്ണാടി കൂടെ നോക്കുന്നത് നിന്റെ രൂപം, നമ്മുടെ കണ്ണാടി കൂടെ നോക്കുന്നത് നിന്റെ രൂപം. നമ്മുടെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ചെയ്യത്തില്ലേ എലി? എന്തുകൊണ്ടായാലും ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ 3 നേരം ഇങ്ങോട്ട് അടുത്ത് വന്ന് ഇങ്ങോട്ട് ഇരുന്നാണ്. ഇത് ഇരിക്കാൻ പറ്റത്തില്ലേ നിങ്ങൾക്ക്? എലിക്ക് പിന്നെ മൂലക്കുരുവൊക്കെ കാണും, അത് കുഴപ്പമില്ല മോളെ. ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. ഇതാണ് സ്കൂളൊക്കെ എലി. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ സാബ് ഗുരുവിന് എന്നോടൊരു ക്രഷുണ്ട്. ഗുരുവിന് എന്തിനാ എലി? ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് എലി എന്തിനാണ് ഇത്ര ഇതാവുന്ന? എലി
ഇത്ര ഇതാവുന്ന എന്തിനാ രോഷാകുലാവുന്ന? നമ്മൾ ഇരുന്ന് പീസ്ഫുൾ ആയിട്ട് സംസാരിക്കുമല്ലേ? എനിക്കില്ലേ മൂഡ് സിങ്സ്? എനിക്ക് മൂഡ് സ്വിങ്സ് ഒന്നും ഇല്ല. ഞാൻ ആരും ഇല്ലെന്ന് പറഞ്ഞ ആളാ. അലീന എന്നെ ഒന്ന് കെയർ ചെയ്ത് കാണിക്കോ? ഈ കെയർ അല്ലല്ലോ. നേരത്തെ ആ പെൺകൊച്ചിനെ കെയർ ചെയ്തില്ല, അതുപോലെ തന്നെ കെയർ ചെയ്യാ അലീന. എനിക്ക് അങ്ങനെ അറിയത്തില്ല. എന്തു അലീന? എന്നിട്ട് നല്ല പെമ്പിളേര് എന്റെ അടുത്തോട്ട് വരുമ്പോ എന്തിനാണ് നീ പൊസസീവ് ആവുന്നത്? നിനക്ക് പറ്റിയ ഒരുത്തനുണ്ട്, നിനക്ക് പറ്റിയ ഒരുത്തനുണ്ട്. ഒരു മിനിറ്റ്, ഇപ്പൊ ആള് വരും. ഒരു മിനിറ്റ് ഇപ്പൊ വരും. കണ്ട മാമന്മാരെയൊക്കെ മാമനൊന്നും അല്ലടേ. കേക്കാണോ? കേക്ക് കമ്മിറ്റഡ് ആയി. എടാ ഈ സിറ്റിയിൽ ആവശ്യത്തിന് വിളിക്കുമ്പോ ഒരുത്തനും ഇല്ലയോടെ? ദേവക്കുട്ടിയുടെ കാമുകനല്ല, ദേവക്കുട്ടിയുടെ മാമൻ. എടുക്കുന്നില്ല കേട്ടോ, എടുക്കുന്നില്ല കേട്ടോ. കേക്കയുടെ മീശ, എന്റെ പൊന്ന എലി. കേക്കയുടെ മീശയെ കൊണ്ടാണ്ടല്ലോ, മീശ കണ്ടാ തന്നെ എലി. മീശ കെട്ടാൻ പോകുന്നതല്ല, പുള്ളിയെ കെട്ടുമ്പോ മീശ ഫ്രീ ആയിട്ട് കിട്ടുന്നതാ. എനിക്ക് മീശ ഇഷ്ടല്ല. എനിക്ക് മീശ എന്റെ മുഖത്ത് തട്ടി. എനിക്ക് മീശയും താടിയുള്ള ആളല്ലേ വേണ്ട, അതുകൊണ്ടല്ലേ വാസുണ്ണനെ ഇതാക്കിയത്. വേണ്ടത് ഞാൻ അങ്ങേർക്ക് മീശയും താടി ഇല്ലാത്തതുകൊണ്ട് അപമാനിക്കാൻ പറയുന്നല്ലേ. വാസുവിനെ വേണ്ടതാക്കിയതാണോ വാസു വേണ്ടാക്കിയതാണോ എനിക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ എന്റെ ഇന്ന് ഈ സിറ്റി ഭയങ്കര വിയേർഡാണ് കേട്ടോ. ഒരു മനുഷ്യന്മാരില്ല. പിന്നെ ഞങ്ങൾ എന്താണ് മൃഗങ്ങൾ? അത് എവിടെയോ ടർഫ് ഉണ്ടെന്നൊരു ടർഫ് ഉണ്ടല്ലേ? ടർഫ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പോയി ടർഫ് കളിക്കാൻ ഒരു ഗാങ്ങി പോലും ഇല്ല ഇങ്ങനെ. പിന്നെ ഇങ്ങനെ എന്തോ ടർഫ് കാണാനാ? ആരാണ്? കേക്കയാണോ? അതെ 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 അതെ. കേക്കൊന്നും നിനക്ക് സെറ്റ് ആവത്തില്ല. അങ്ങേര് ഒരു പുള്ളിയെ വിളിച്ചിട്ട് പുള്ളി കിട്ടുന്നുമില്ലല്ലോ ഇത്. നമ്പർ പറ, ഞാൻ വിളിക്കാം. ചിലപ്പോ നിങ്ങളുടെ കോൾ എടുക്കാത്തയാണെങ്കിലോ? എന്റെ ഫോൺ. ഓ, എന്നെ ഈ സെയിലേയും ക്രൂവിലേക്ക് എന്തിനാന്നോ ഇങ്ങനെ വിളിച്ചേക്കുന്നത്? എത്ര മിസ് കോളായത്. ഈ ബ്ലൂ എന്തിനാ വിളിക്കുന്നേ? ബ്ലൂ നല്ലല്ലോ, അപ്പൊ ബ്ലൂനോട് ചോദിക്കണ്ടേ? ബ്ലൂ എന്തിനാ വിളിക്കുന്നത്? അത് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? എടാ ഒരു മിനിറ്റ് ഈശ വിളിക്കുന്നുണ്ട് കേട്ടോ. ഈശ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഈശ വിളിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ കട്ടായിക്കോട്ടെ. ഈ തള്ളച്ചിക്കൊക്കെ ഭ്രാന്താന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് സംസാരിച്ചില്ലെന്നേ? അത് കോൾ എടുക്കണ്ടേന്നല്ല. ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു വിളിക്കുന്ന സമയത്ത് കോള് പോകുന്നില്ല. സിറ്റിയിൽ ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഇവരൊക്കെ എന്തിനാണ്? അല്ല, ഇവര് വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഒരു മിനിറ്റ് ഒന്ന് എടാ മാറി നാളം കെടുത്താതെ നീയൊക്കെ. ആരേലും ഒന്ന് കോൾ എടു. ഒരു മിനിറ്റ് നിങ്ങൾ എവിടെയാണ് ഈ പോകുന്നത്? നിങ്ങൾ ഈ ഇടം കടന്ന് കണങ്ങി. ഈ സിറ്റിയിൽ ഒരുത്തം പോലും ഇല്ലടാ. പറ്റിയ മനുഷ്യന്മാർക്കല്ലേ ആറ്റുകാലേ മോനെ അതെന്താ ആരും ഇല്ലാതെ സിറ്റിക്കകത്ത്? അല്ല, ഞാനൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് എന്റെ ജോക്കണം വിളിച്ച ഞാൻ വരത്തില്ലടാ. വിളിച്ച ഞാൻ വരത്തില്ല. ജോക്കണം വിളിച്ച ഞാൻ വരത്തില്ല. ജോക്കണം വരാൻ പറഞ്ഞ ഞാൻ വന്നില്ല. ജോക്കണം കണ്ണൊക്കെയാണ് ചുവന്നല്ലോടെ ഒന്നും കൂടെ. പിന്നെ ഇരിക്കണ്ട ചോദിക്കണ്ട. നീ വൈകുന്നേരം പോയെന്ന്. ഏത് പോയെന്ന്? രാജുഭായിക്ക് അവിടെ ഉണ്ടല്ലോ. ചോദിക്കണം വിളിച്ച നമ്മള് വരാതിരിക്കുക. ചോദിക്കണം. ഞാൻ പറഞ്ഞില്ലേ അവന്റെ അടുത്ത് ഇങ്ങോട്ടൊന്ന് കാണും തന്നെ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു കേട്ടോ, ബാലനെ വിളിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മ പൈതലാണ്, അവൻ എന്നെ ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് പറഞ്ഞായിരുന്നു. പിന്നല്ലാതെ ജോക്കണ്ണ കാണാനല്ലേ സിറ്റി തന്നെ കയറിയത്. ഇത്ര നേരം ഈ സക്കർഫിഷിന്റെ കൂടെ ആയിരുന്നു ജീവിതം. മടുത്തു. ഇവ മന്ദാരം പറ്റി ഒന്നും പറയില്ല കേട്ടോ. എന്നെ ക്യൂട്ട് മോൻ ബാല, ഞാനൊരു കാര്യം പറയട്ടോ. ഇവിടെ ഒരു 10 പെമ്പിളാരെ നിർത്താൻ പറ്റും. എന്നാ ഞാനൊരു കാര്യം പറട്ടെ. ഞാൻ സിറ്റി വന്നിട്ട് എവിടെ നോക്കിയാലും പെണ്ണുങ്ങളാ. പക്ഷെ എനിക്ക് ആരും പരിചയമില്ല പണ്ടത്തെ പോലെ. നീ ബാല എനിക്കറിയാം. ഇവനറിയും ബ്രോക്കർ. ഞാൻ ലുട്ടാപ്പി. ആരുടെ ലുട്ടാപ്പി? മന്ദാരം
ഒരു 5 പെമ്പിളാരെങ്കിലും നിർത്താൻ പറ്റൂടെ? എന്തിനാണോ എന്തിനാ എന്ത് പരിപാടി എന്ത്? എലി കിടന്നങ്ങ് ഒരേ ഷൈനടാ. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പെണ്ണ് പോലും വരത്തില്ല എന്നുള്ളത്. ഇന്നാണെങ്കിൽ സിറ്റി ഇപ്പൊ സെറ്റ് ആക്കണം. ഒറ്റ ഒരു നൊടിയിടയിൽ നമ്മൾ നോട്ടിയിടയില് 10 എണ്ണം സെറ്റ് ചെയ്തെന്നാ ബാല. ഞാൻ ഇപ്പൊ നിനക്ക് ഞാൻ കെട്ടിപ്പിടിച്ചു പോകുമായിരുന്നു. അത്ര ഉള്ള ഇപ്പൊ സെറ്റ് ആക്കിട്ട് ബാലണ്ണ സെറ്റ് ചെയ്ത ബാലണ്ണന് ഒരു ബൈക്ക് ഞാൻ വാങ്ങിത്തരാം. ആ ബാല ബാല നിനക്ക് 40 ബാല ഇങ്ങോട്ട് വന്നെടാ. നിനക്ക് സിറ്റി വന്ന് 40 കോടി രൂപയുടെ ബൈക്ക് ഞാൻ വാങ്ങിച്ചു തരും. ഓ എന്റെ പൊന്നെ 40 കോടിയുടെ ബൈക്ക്. 40 കോടി പിള്ളേര് വേണം. 10 പേര്. അവർക്ക് എല്ലാവർക്കും എന്നെ അറിയാൻ വേണം കേട്ടോ. ഇവര് മുമ്പിൽ കൊണ്ട് നിൽക്കുന്ന സമയത്ത് അറിയത്തില്ല എന്ന് പറയരുത്. എല്ലാം സെറ്റ് ആക്കാം. ആരെങ്കിലും ഉണ്ടോ അണ്ണു ഈ ഇപ്പൊ ഒരു 5 മിനിറ്റ് സമയം ഓക്കെ മോനെ ഓക്കെ പോയിട്ട് ബാല? ഹലോ ചേട്ടാ, എന്റെ അടുത്ത് ഒരു പെണ്ണായിട്ട് സംസാരിക്കണം കേട്ടോ. ഒരാളെ കേൾപ്പിക്കാനാണ്. ആ ദർശന, എന്തൊക്കെയുണ്ട് ദർശന വിശേഷം? കാണാം. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബിസി ആയി പോയി. ചേട്ടാ താലി കെട്ടുന്നെ. അതൊക്കെ ഇരിക്കട്ടെ, എനിക്കത് കാണാൻ പറ്റുമോ? ദർശന കാണണമെങ്കിൽ നമുക്ക് കാണാം. അത് വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. പക്ഷേ ആ പറഞ്ഞോളൂ. ആ ദർശന, ഞാൻ ഒരു കാര്യം പറയുവാണെങ്കിൽ ദർശന പിയുടെ മറ്റേ ഇന്റർവ്യൂവിന് ദർശന നാളെ തന്നെ വരണം കേട്ടോ. മോനെ ഒരു മിനിറ്റ് കേട്ടോ. നീ വാങ്ങിച്ചാരേ ലബനീസ് ആടേ. എന്താ 2 പെൺപിള്ളേർക്ക് ഒരു കാര്യം പറയാം. എന്നും പറഞ്ഞ ഫ്രണ്ട്സ് ആയിട്ട് കെട്ടിപ്പിടിച്ച് ചന്തി തുടങ്ങിക്കൊണ്ടിരിക്കൂ. നോക്കിയതല്ലേ എന്ത് നോക്കിയിരുന്നേ? മാലയാ? മാല തന്നെയല്ലേ നോക്കി? എടി നീ എന്തോടി പറഞ്ഞ 10 പെമ്പിള്ളാരെ നിർത്താൻ പറ്റത്തില്ലെന്നോ? 10 പെമ്പിള്ളാരല്ലടി, 100 പെമ്പിള്ളാരെ ഞാൻ നിരത്തും. 10 പെമ്പിള്ളാർ ഇപ്പൊ നിരവുമല്ലോ. ഇവിടെ ഇപ്പൊ അവിടെ വന്ന് നിൽക്കും കണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിരങ്ങുവേ. ആ അവിടെ വന്ന് നിൽക്കും കണ്ടോ. എടേ നിരത്ത് വാടേ, ഒന്ന് അടങ്ങടേ, വിളിക്കട്ടെ. ഞങ്ങൾ ജോക്കി എടുത്ത് കുറച്ച് കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് ചോദിക്കാൻ വന്നയാ. നമ്മളെ തെറ്റിദ്ധരിക്കുന്നു. ഇല്ല പറ. ജോക്കിയുടെ സങ്കല്പത്തിലെ ഒരു പെൺകുട്ടീനെ പറ്റി ഒന്ന് പറയുമോ? നിന്നെ പോലൊരു പെണ്ണല്ലാണ്ട് ഏത് പെണ്ണ് വന്നാലും ഞാൻ കിട്ടും. അപ്പൊ ഗേ അല്ല. അതാ ഞാൻ പറഞ്ഞു, ഞാൻ നിന്റെ അച്ഛനല്ല, മനസ്സിലായോ? പുള്ളിക്കാരൻ പണ്ടൊരു വേണ്ട എന്തിനാ വെറുതെ ഇവിടെ ഒരു ടോക്ക് ഉണ്ട്. ജോക്കിക്ക് ഓൾറെഡി ഇവിടെ ഒരു പയ്യനുമായിട്ട് ഒരു മാമനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് തെറ്റിദ്ധരിക്കുന്നത്. ഞാൻ എന്നും പറഞ്ഞിട്ട് അങ്ങേരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് ഇവിടെ നിന്നിട്ട് എന്നെ പോലൊന്നും ചന്തിക്ക് പിടിക്കാറില്ല. എന്തുണ്ട്? സുഖമാണോ യാസ്മിൻ? സുഖമാണ്. ഞാനേ ഒരു ഫുൾ ബോഡി ചെക്കപ്പിൽ നിൽക്കുവാണേ ഹോസ്പിറ്റലില്. റോസാപ്പൂ തരണോന്നോ? ഒരു മിനിറ്റ്, ഒരു യാസ്മിൻ ഒരു 10 മിനിറ്റുള്ളിൽ യാസ്മിൻ മുതുക്കിലോട്ടെന്ന് പറഞ്ഞു. യാസ്മിൻ ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുമായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാ മതി. അല്ല, ഒരു മെഡിക്കൽ ചെക്കപ്പിന്റെ ഇടയിൽ, അത് കഴിഞ്ഞിട്ട് വന്നാ പോരെ? മതി. എടീ നിന്റെയൊക്കെ വിചാരം എന്തോടി? നിന്റെയൊക്കെ വിചാരം എന്തോ? എനിക്ക് ഇവിടെ പെണ്ണില്ലാന്നോ? എന്റെ ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു എസ് കാത്തു കഴിക്കുന്ന എത്ര പെമ്പിള്ളാരുണ്ടെന്ന് അറിയാവോ? ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ആണുങ്ങളെ കിട്ടാത്തപ്പം ഈ പെമ്പിള്ളാര്, എടി നിനക്ക് നാണം ഉണ്ടോടി? ഒന്നെങ്കിൽ ഇങ്ങനെ കാണിക്കാതെ പ്രോപ്പറായിട്ട് എന്തെങ്കിലും തിരിച്ച് എനിക്ക് കൊള്ളുന്ന രീതിക്ക് ചെയ്യും. അല്ലാണ്ട് നീയൊക്കെ അല്ല ആരുമല്ല. നീ എന്തേ എടി, നീ ഒരു കാര്യം ചെയ്യ്. നീ ഒരുത്തനെ സെറ്റ് ആക്കിയിട്ട് നിന്നെ കല്യാണം കഴിക്കുന്നത് നിന്നെ കറക്റ്റ് ആളാണ്. മറ്റേ പുള്ളിക്കാരന്റെ പേര് സാഫ് ഗുരു. കാരണം വെച്ചാൽ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ നിന്റെ 1ാമത്തെ ഭാര്യ കണക്കാണ് നിന്നെ കാണുന്നത്. തോന്നിയ ദിവസമല്ല, സത്യം മാത്രം. അത് ഞാനൊരു കാര്യം പറഞ്ഞേക്കെ, എന്റെ മുമ്പിൽ കിടന്ന് ഈ കെട്ടിപ്പിടിക്കുകയും കുടുങ്ങിയൊന്നും ചെയ്യല് പറഞ്ഞു, മനസ്സിലായോ? ഞാൻ പോവേ എനിക്കതൊന്ന്. എടി കാമിനി, നീ എവിടാടി? എത്ര നേരമായിട്ട് വിളിക്കടി കള്ള കാമിനി നിന്നെ. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒന്ന് പറഞ്ഞേ. ശരി. എൻ്റെ എലി, സത്യം പറഞ്ഞോണ്ടല്ലോ എലി, ഈ ജോണി മാമനെ എന്നെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയുന്നതിനോട് സത്യം പറഞ്ഞ ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പുച്ഛമാണ് സീരിയസ്ലി. സുഹൃത്ത് ബന്ധങ്ങളെ ഒരു മിനിറ്റ്, എൻ്റെ പിള്ളേർ വന്നു. ഒരു മിനിറ്റ് കൊണ്ടുപോടാ.